സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്ന് നമ്മൾ വായിക്കുന്ന സുവിശേഷത്തിൽ സ്നാപകന്റെ ശിരച്ഛേദം നടത്തുന്നതിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ സ്നാപകൻ മരിക്കുകയാണ്, സ്നാപകനെ കൊല്ലുകയാണ്. കൊന്നു കഴിയുമ്പോൾ ശിഷ്യന്മാർ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ പോയി അത് സംസ്കരിച്ചു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു ദാരുണമായ സംഭവം നടന്നു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ദാരുണമായൊരു സംഭവമാണ്. പക്ഷേ ശിഷ്യന്മാർ അതിൻ്റെ അടുത്ത പടി ചെയ്തു എന്നുള്ളതാണ്. ഇന്ന് ഞാൻ പെട്ടെന്ന് ഓർത്തു പോകുന്നത്, ഒരു പ്രശ്നമുണ്ടായി, സ്വന്തം വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയതിന് ഇപ്പോഴും വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ എനിക്കറിയാം. കാരണം അവർ കാരണമാണ് ഇവർ മരിച്ചത് എന്നാണ് ഇവരിപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ചിന്താഗതി പലയിടത്തും നിൽക്കുകയാണ്. നീ കാരണമാണ് എൻ്റെ അപ്പൻ അല്ലെ അമ്മ അല്ലെങ്കിൽ സഹോദരൻ മരിച്ചത് എന്ന് ചിന്തിക്കുന്ന കുറേ വ്യക്തികളുണ്ട്. എന്നാൽ സത്യത്തിൽ ഇത് നമുക്ക് അടുത്ത പടിയെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇതിവിടെ കാണുന്നു, സ്നാപകനെ ശിരച്ഛേദം ചെയ്യുകയാണ് ചെയ്തത്. സ്നാപകൻ വലിയൊരു മനുഷ്യനായിരുന്നു, അദ്ദേഹം പ്രവാചകനിൽ വലിയവനായിരുന്നു. എന്നാൽ അവൻ്റെ ശിഷ്യന്മാർ ആ വിവരം അറിഞ്ഞ ഉടനെ തന്നെ അവരെ എടുത്ത് സംസ്കരിച്ചു എന്നാണ് പറയുക. സ്നേഹമുള്ള സഹോദരങ്ങളെ, ആ കാര്യമേ അത് കഴിഞ്ഞു, ദൈവത്തിൻ്റെ പദ്ധതിയാണത് കഴിഞ്ഞു എന്നങ്ങ് ചിന്തിക്കുകയാണ്. വിപരീതങ്ങൾ ഉണ്ടാക്കിയത് ആരാണോ? നമ്മൾ വിട്ടുകൊടുക്കാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ തിന്മ അവിടെ ഫലിക്കാതെ വരികയാണ്. അല്ലെങ്കിൽ നമ്മളാണ് അവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയും. കാരണം ഒരു പ്രതികാരം കർത്താവിൻ്റെയാണെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പ്രതികാരം വെച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതികാരം കർത്താവിൻ്റെയാണ്. അതിനു വേണ്ടി നമ്മളുടെ കയ്യിൽ നിന്നുള്ള കാര്യം വിട്ടുകൊടുക്കുക. ദൈവം എന്താണെന്ന് വെച്ചാൽ ചെയ്തുകൊള്ളട്ടെ, ഇനി അടുത്ത പടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് ചിന്തിക്കാൻ നമുക്ക് പലർക്കും സാധിക്കുന്നില്ല. നമ്മൾ അതിനെക്കുറിച്ച് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. 90-ലും 95-ലും നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിഷമിക്കുന്ന ചിലരെ എനിക്കിപ്പോഴും അറിയാം. 2025 എന്നിട്ടും 95-ലെയും 98-ലെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞത് കഴിഞ്ഞു. അതിനെക്കുറിച്ച് ചിന്തിക്കാതെ അടുത്ത സ്റ്റേജിൽ ഞാൻ എങ്ങനെയായിരിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് ഇടയാകട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദീപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.